റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് MCO03 കോഴ്സ് കോഡ് വരുന്ന ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന MCOM കോഴ്സിൽ വരുന്നതാണ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ഇഗ്നോ ടേം എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക. ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ ഏതാണ്, അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾ, യൂണിറ്റുകൾ, ബ്ലോക്കുകൾ, നമ്മൾ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി, അതുപോലെ തന്നെ ലേൺ വൈസിന്റെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഇതിനെ വളരെ ബേസിക് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് വിളിക്കും. ഓക്കെ, അതിൽ തന്നെ ഞാൻ പറഞ്ഞ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒട്ടുമിക്കതും അവിടെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എക്സാമിന് വരാൻ വലിയ സാധ്യത നമ്മൾ കൽപ്പിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ നമ്മോടൊപ്പം ഉള്ളത് MSc സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദധാരിയും ലേൺ വൈസിന്റെ ഫാക്കൽറ്റി കം മെന്ററുമായിട്ടുള്ള ഷഹന ഷബീബാണ്. സോ ഇനി അങ്ങോട്ട് ഷഹന മാം പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, പ്രധാന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, പരീക്ഷയിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഹായ്, ഞാൻ ഷഹാന, ലേൺ വൈസിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്കൽറ്റി ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MCO03 റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. എക്സാമാണ്. അപ്പോൾ എക്സാമിൻ്റെ ഭാഗമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നടത്തിയിട്ടുള്ള ഒരു ഓവർവ്യൂ, മൊത്തത്തിൽ സബ്ജക്റ്റിലെ എക്സാം എങ്ങനെയാണ്, ഏതൊക്കെ ടോപ്പിക്സാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ വരുന്ന ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ജനറൽ അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 or 9 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. അപ്പം എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്സിനും എന്താണ് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിലാണ് മാർക്സ് വരുന്നത്. അപ്പം അങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും അതുപോലെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ സിനേറിയോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഈ ഒരു പേപ്പറിൽ വരുന്നത്. ഇപ്പോൾ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം നമുക്ക് എന്താണ്, നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ മോഡൽസ്, തിയറീസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ റിസർച്ച് മെത്തഡോളജിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസും മോഡൽസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് തിയററ്റിക്കൽ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. മറ്റൊരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻസ് ആണ്. അതായത് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനും അതുപോലെ അതിൻ്റെ അപ്ലിക്കേഷൻസും. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും അതിൻ്റെ ടെക്നിക്സൊക്കെ ഉണ്ട്. അപ്പം അതിൽ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ടെക്നിക്സിൻ്റെ ഒക്കെ അപ്ലിക്കേഷൻസ് എങ്ങനെയാണ്, അതുപോലെ ഡാറ്റൻ്റെ ഇൻ്റർപ്രിറ്റേഷനൊക്കെയാണ് പറഞ്ഞിട്ടുള്ള കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും എന്താണ് ചോദിക്കുന്നുണ്ട്. പിന്നെ നോക്കുകയെന്നുണ്ടെങ്കിൽ കേസ് ബേസ്ഡ്, അതായത് ചില ക്വസ്റ്റ്യൻസൊക്കെ ഒരു കേസ് സ്റ്റഡി അനാലിസിസിൻ്റെ ഒരു കേസ് സ്റ്റഡി എഴുതാൻ എന്നുള്ള രീതിയിൽ എന്താണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഈ ഒരു പേപ്പറിൽ വരുന്നത്. ഇനി ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർച്ച് മെത്തഡോളജി ടൈപ്പ്, അതായത് റിസർച്ച് മെത്തഡോളജിയിൽ എന്താണ് നമ്മൾ റിസർച്ചിങ്, എന്താണ് റിസർച്ച് എന്ന് പറഞ്ഞാലൊക്കെ അറിയാം. അതായത് നമ്മൾ ഒരു സബ്ജക്റ്റിൽ എൻക്വയറി നടത്തുക അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം ആ റിസർച്ചിങ് പ്രോസസ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതായത് പ്രോബ്ലം ഫോർമുലേഷൻ ചെയ്യുക, അതുപോലെ അതിൻ്റെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്, ക്വസ്റ്റ്യനെയർ ഡിസൈന്, അതുപോലെ റിപ്പോർട്ട് റൈറ്റിങ് പോലുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യണം. അതായത് റിസർച്ച് മെത്തഡോളജി ആ ഒരു പോർഷനിൽ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നെക്സ്റ്റ് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്. അതായത് ഇപ്പോൾ മെഷർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെയിൻ ടോപ്പിക്കാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതായത് മീൻ, മീഡിയൻ, മോഡ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ കോൺസെപ്റ്റ്സും അതിൻ്റെ കാൽക്കുലേഷൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുപോലെ കൈ-സ്ക്വയർ ടെസ്റ്റ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്, കോറിലേഷൻ, റിഗ്രഷന് ആൻഡ് ടൈം സീരീസ് അനാലിസിസ്, ഇതൊക്കെ എന്താണ് നമുക്ക് ഫ്രീക്വൻ്റ്ലി കവർ ചെയ്യേണ്ട പാർട്ടാണ്. ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതിലൊക്കെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. സോ അതൊക്കെ പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാനും. ഇനി ഡാറ്റ കളക്ഷൻ ആൻഡ് പ്രോസസ്സിങ് പോർഷനിൽ
എന്താണ് സാമ്പിളിംഗ് മെത്തേഡ് അറിയാമല്ലോ, സാമ്പിളിംഗ് മെത്തേഡ്, അതുപോലെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ടെക്നിക്സ് പല രീതിയിലാണ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടെക്നിക്സ്, അതുപോലെ ഡാറ്റ പ്രോസസ്സിംഗ് അപ്പിയർ റെഗുലർലി പോലുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് എന്താണ് ചോദിക്കുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ഇത്രയും 3, അതായത് റിസർച്ച് മെത്തഡോളജി, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഡാറ്റ കളക്ഷൻ ആൻഡ് പ്രോസസ്സിങ്, ഇത്രയും ടോപ്പിക്കാണ് മെയിനായിട്ട് കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും, അതായത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ബാലൻസ്ഡ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ എന്താണ് ഇപ്പോൾ കൈ സ്ക്വയർ ടെസ്റ്റ്, കോറിലേഷൻ, റിഗ്രഷൻ, എന്താണ് ഒക്കെ റിസർച്ച് ഡിസൈനൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് എല്ലാ ഇയറിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ തന്നെ എന്താണ് കണ്ടിന്യൂ ചെയ്ത് പോവുക, പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം. നമുക്കറിയാം 5 ബ്ലോക്സാണ് നമുക്ക് ഈ ഒരു പേപ്പറിലുള്ളത്. ഫസ്റ്റ് ബ്ലോക്കാണ് റിസർച്ച് ആൻഡ് ഡാറ്റ കളക്ഷൻസ്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24 ഒക്കുറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 5 ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൊരു ബ്ലോക്കാണ് റിസർച്ച് ആൻഡ് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് വരുന്നത്. അതിൽ റിസർച്ചിൻ്റെ ടെക്നിക്സും എങ്ങനെയാണ് എൻക്വയറി ചെയ്യേണ്ട മെത്തേഡ്സും അതുപോലെ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയും എല്ലാം കൊടുത്തിട്ടുള്ളൊരു യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും കവർ ചെയ്യേണ്ട, അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പോവേണ്ട ഒരു ബ്ലോക്കാണ് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് ബ്ലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ റിസർച്ചിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡാറ്റനെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്യുന്നതും പ്രിസർവ് ചെയ്യും. അപ്പം അതും അതിൽ 12 ഒക്കുറൻസ് ആണ്. അതായത് മൊത്തത്തിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എല്ലാറ്റിലും 12ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു യൂണിറ്റാണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. ബ്ലോക്ക് 3 റിലേഷണൽ ആൻഡ് ട്രെൻഡ് അനാലിസിസ്. അതിൽ നിന്നും എന്താണ് 12 ഒക്കുറൻസസ് ആണ് വന്നിട്ടുള്ളത്. ഇനി പ്രോബബിലിറ്റി ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ് 4th ബ്ലോക്ക് വരുന്നത്. അതിൽ നിന്നും 15 ഒക്കുറൻസസ് വരുന്നുണ്ട്. അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്നതും സ്റ്റാറ്റിസ്റ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രോബ്ലം വൈസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണെങ്കിലും അനാലിസിസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, തിയററ്റിക്കൽ പോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലംസും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു യൂണിറ്റാണ് ബ്ലോക്കാണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. അതിൽ നിന്നും 7 ഒക്കറൻസസ് ആണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി കുറവ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ബ്ലോക്കാണ് ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് നോക്കി. ഇനി യൂണിറ്റ് വൈസ് വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസംബർ 2020 ടു ജൂൺ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബ്ലോക്ക് 1-ൽ അതായത് റിസർച്ച് ആൻഡ് ഡാറ്റ കളക്ഷൻസിൽ ടോട്ടൽ 5 യൂണിറ്റ്സ് ആണുള്ളത്. ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിൽ ഈ ഒരു ബ്ലോക്കിൽ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നിന്നാണ് 11 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതായത് ബിസിനസ് റിസർച്ചിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് റിസർച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, അത് എങ്ങനെയാണ് എൻക്വയറി ചെയ്യേണ്ടത്, കാര്യങ്ങളും അതിൻ്റെ മെത്തേഡ്സ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിൽ മെയിനായിട്ട് വരുന്നത് അതുപോലെ ഡാറ്റ കളക്ഷൻസ് വരുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഡാറ്റ കളക്ഷൻസ് അല്ല, മെത്തേഡ് ഓഫ് റിസർച്ച്. പല മെത്തേഡ്സിൽ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. അതിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് റിസർച്ച് വരുന്നുണ്ട്, അതുപോലെ നോളജ് ആൻഡ് സയൻസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു യൂണിറ്റിൽ. അപ്പോൾ അതൊക്കെ എന്താണ് മനസ്സിലാക്കി വെക്കണം, കവർ ചെയ്തിട്ട് പോകേണ്ട ടോപ്പിക്കാണ്. ഇനി യൂണിറ്റ് 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് റിസർച്ച് പ്ലാനാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ എൻക്വയറി നടത്തേണ്ടതെന്ന് പ്ലാൻ ചെയ്യേണ്ട ആ ഒരു ടോപ്പിക്ക്. അതായത് 6 ഒക്വറൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നത്. യൂണിറ്റ് 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് ഡാറ്റയാണ്.
അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡാറ്റ എങ്ങനെയൊക്കെയാണ് കളക്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ടോപ്പിക്ക്. അത് 4 occurrences ആണ് അതിൽ വരുന്നത്. ഇനി സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 occurrences ആണ് ആ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നത്. യൂണിറ്റ് 5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് ടെക്നിക്സ് ആണ്. അതിൽ നിന്നും 4 occurrence ആണ് വരുന്നത്. അതായത് നമ്മൾ ഓരോ ടേബിൾ ബേസിൽ എങ്ങനെയാണ് ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ സ്കെയിൽ ചെയ്യേണ്ടത്, പല ടൈപ്പ് ഓഫ് സ്കെയിലിംഗ് ഉണ്ട്, അതുപോലെ മെഷർമെൻറ്റ്സ് എന്താണ്, ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് ബ്ലോക്കിൻ്റെ അനാലിസിസ് ചെയ്യുമ്പം പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് റിസർച്ച് എന്നും അതുപോലെ റിസർച്ച് പ്ലാനിങ് ആൻഡ് സാമ്പിൾ, ഇതിൽ നിന്നാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് ടെക്നിക്സ് കമ്പാരിറ്റീവ്ലി മറ്റ് ചാപ്റ്റേഴ്സിനേക്കാളും കുറവായിട്ടാണ് ഫ്രീക്വൻറ്റ് നമുക്ക് കവർ ചെയ്യേണ്ടത്. പക്ഷേ എല്ലാ കോൺസെപ്റ്റും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഈ ബ്ലോക്ക് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഡാറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 യൂണിറ്റ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റയാണ്. അതിന് 6 occurrences ആണ് വരുന്നത്. പിന്നെ അപ്പോൾ അതായത് എങ്ങനെയാണ് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നുള്ള ആ ഒരു ടോപ്പിക്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്റ്റെപ്സ് അറിഞ്ഞിരുന്നാൽ മാത്രം റിസർച്ചിങ്ങിനും അനാലിസിസിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ എക്സാമിൽ അത് വളരെയധികം തിയററ്റിക്കൽ പാർട്ടിൽ വരാൻ തിയററ്റിക്കൽ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉള്ള ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് ഡയഗ്രമാറ്റിക് ആൻഡ് ഗ്രാഫിക് പ്രസൻറ്റേഷൻ ആണ്. അതിൽ 3 occurrences ആണ് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേറ്റീവ് ആൻഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് യൂണിറ്റ് 3. അതിൽ നിന്നും 6 occurrence വരുന്നുണ്ട്. അതായത് മീന്, മോഡ്, അതൊക്കെ എന്താണ് പ്രോബ്ലം ബേസിസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്നും വരാൻ ചാൻസസ് ഉണ്ട്. ലാസ്റ്റ് യൂണിറ്റ് ആണ് മെഷർ ഓഫ് വേരിയേഷൻ ആൻഡ് സ്ക്യൂനെസ്. അതിൽ നിന്നും 2 occurrences ആണുള്ളത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിൻ്റെ അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റയും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേറ്റീവ് ആൻഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഈ 2 യൂണിറ്റ്സും ബാലൻസിങ് ആയിട്ട് 6 occurrence ക്വസ്റ്റ്യൻസ്, ഒരുവിധം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ബാക്കി യൂണിറ്റ് 2ഉം യൂണിറ്റ് 4ഉം എന്താണ് കമ്പാരിറ്റീവ്ലി ലീസ്റ്റ് എംബസിസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ബ്ലോക്ക് 3ൻ്റെ ഒരു യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷണൽ ആൻഡ് ട്രെൻഡ് അനാലിസിസ് ആണ് യൂണിറ്റ്. അതിൽ 3 യൂണിറ്റ്സ് ആണുള്ളത്. അതിൽ കോറിലേഷൻ ആൻഡ് സിമ്പിൾ റിഗ്രഷൻ, ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞ പോലെ കോറിലേഷൻ്റെ പ്രോബ്ലം വൈസിൽ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോറിലേഷൻ കാണാനുള്ള. സ്പിയർമാൻ റോ ഒക്കെ ചോദിക്കാൻ എന്തായാലും വരും എന്ന് ചാൻസസ് ഉള്ളൊരു യൂണിറ്റിൽ പ്രോബ്ലം വൈസ് ഇത് ഫോക്കസ് ചെയ്യുന്നൊരു യൂണിറ്റാണിത്. സെക്കൻഡ് യൂണിറ്റ് ആണെങ്കിൽ ടൈം സീരീസ് അനാലിസിസ്, അതിൽ 4 occurrences ആണ് വരുന്നത്. യൂണിറ്റ് 3 ഇൻഡെക്സ് നമ്പറിൽ 5 occurrence ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ എന്തായാലും ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് കോറിലേഷൻ ആൻഡ് സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇൻഡെക്സ് നമ്പറും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. കമ്പാരിറ്റീവ്ലി എന്താണ് ടൈം സീരീസ് അനാലിസിസ് ഒരു മോഡേർലി കവർ ചെയ്ത് പോയാൽ മതി. ഈ ബ്ലോക്ക് 4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. അപ്പം ഈ ഒരു ഡിസംബർ 2022 ജൂൺ 2020 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഇതുവരെ എക്സാം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അതായത് പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി റൂൾസിൽ നിന്നും. ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 occurrences കാണുന്നുണ്ട്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒരുവിധം എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എല്ലാ ടോപ്പിക്സിലും ആവശ്യമുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നടത്തുമ്പോഴൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്തായാലും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് 1ഉം 2ഉം. അതിൽ 2ൽ നിന്നും 4 occurrences ആണ് വരുന്നത്. പിന്നെ chi-square ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഈ പറഞ്ഞ പോലെ തിയററ്റിക്കലിലും അതുപോലെ കേസ് സ്റ്റഡീസിലും വരാൻ ചാൻസ് ഉണ്ട്. പ്രോബ്ലം ക്വസ്റ്റ്യൻസിലും വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്, യൂണിറ്റാണ് chi-square ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്നും 7 occurrences ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ സിഗ്നിഫിക്കൻ്റ്ലി ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്ക് ഈ പറഞ്ഞ പോലെ chi-square ടെസ്റ്റും ആണ്. അതുപോലെ മോഡറേറ്റ് എംബയാസിസ് വരുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിന്നെ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് 1ഉം ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് 2ഉം ഈ പറഞ്ഞ പോലെ മോഡേർലി കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് യൂണിറ്റ്
ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തതുകൊണ്ട് വലുതായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കോൺസെപ്റ്റ്സ് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് ബ്ലോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൻ്റെ യൂണിറ്റ് വൈസ് വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു ചാപ്റ്ററാണ്, ചെറിയ ഒരു ബ്ലോക്കാണിത്. 2 യൂണിറ്റ്സ് ആണുള്ളത്. ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, അതിൽ നിന്നും 6 ഒക്കുറൻസസ് വരുന്നുണ്ട്. റിപ്പോർട്ട് റേറ്റിംഗ് ആണ് സെക്കൻഡ് യൂണിറ്റ് വരുന്നത്. അതിൽ നിന്നും എന്താണ് 4 ഒക്കുറൻസസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് ഉള്ളത് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയിൽ നിന്നാണ് ഈ ഒരു ബ്ലോക്കിൽ ചോദിക്കാനുള്ളത്. റിപ്പോർട്ട് റേറ്റിങ്ങിലും എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓരോ ബ്ലോക്കിൻ്റെയും യൂണിറ്റ് വൈസ് അനാലിസിസ് നോക്കുമ്പം എല്ലാ യൂണിറ്റ്സിനും എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ, അതായത് റിസർച്ച് ആൻഡ് ഡാറ്റ കളക്ഷൻസിൽ നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ 6 ടോപ്പിക്കാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ്, മുന്നേ പറഞ്ഞ പോലെ. അതുപോലെ റിസർച്ച് പ്രോബ്ലം ഫോർമുലേഷന്, റിസർച്ച് ഡിസൈന്, ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്, സാമ്പിളിംഗ് ടെക്നിക്സ്, മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്. ഈ ഒരു 6 ടോപ്പിക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ബ്ലോക്കിൽ. അപ്പോൾ ഈ ഒരു നമ്മൾ നോക്കുമ്പോൾ എന്താണ് കൂടുതൽ വരുന്നത് ടൈപ്സ് ഓഫ് റിസർച്ചും അതുപോലെ എന്താണ് റിസർച്ച് ഡിസൈന്, സാമ്പിളിംഗ് ടെക്നിക്സിൽ നിന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതിൽ നിന്നും അതിനേക്കാൾ കുറച്ചാണെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്ലോക്കാണ്. ഫസ്റ്റ് 6 ടോപ്പിക്സ് ആണ് അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് യൂണിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഡാറ്റൻ്റെ പ്രിസർവേഷനും പ്രോസസ്സിങ്ങുമാണ് സെക്കൻഡ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 4 ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത്. ഡാറ്റ പ്രോസസ്സിങ്, ഡാറ്റ പ്രസൻറ്റേഷന്, സെൻട്രൽ ടെൻഡൻസി, വേരിയേഷൻ ആൻഡ് സ്ക്യൂനെസ്, അങ്ങനെ 4 ടോപ്പിക്സ് ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ ഡാറ്റ പ്രോസസ്സിങ്ങും സെൻട്രൽ ടെൻഡൻസിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും കവർ ചെയ്ത് പോകണം. ബാക്കിയുള്ള 2 ടോപ്പിക്സും ഈ പറഞ്ഞ പോലെ മോഡറേറ്റ്ലി കവർ ചെയ്യേണ്ട ടോപ്പിക്സാണ്. ഈ ബ്ലോക്ക് 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ടോപ്പിക്കാണ് മെയിനായിട്ട് ബ്ലോക്ക് 3യിൽ വരുന്നത്. കോറിലേഷൻ അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ്, ടൈം സീരീസ് അനാലിസിസ്, ഇൻഡെക്സ് നമ്പർ അനാലിസിസ്. ഇതിൽ റിഗ്രഷൻ അനാലിസിസിൽ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും വന്നിട്ടില്ല, മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കാം. കോറിലേഷൻ അനാലിസിസിൽ നിന്നും 7 ഒക്കുറൻസസ് ആണ് വരുന്നത്. അതായത് എന്തായാലും വളരെ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് കോറിലേഷന്. അതിൽ പ്രോബ്ലം വൈസിൽ എന്തായാലും കോറിലേഷൻ കാണാനുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവും, അതുകൊണ്ട് അത് എന്തായാലും ഫോക്കസ് ചെയ്യണം. പിന്നെ ടൈം സീരീസ് അനാലിസിസും ഇൻഡെക്സ് നമ്പറും ഈ പറഞ്ഞ പോലെ മോഡറേറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. ഈ ബ്ലോക്ക് 4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ 4 ടോപ്പിക്സ് ആണ് ഉള്ളത്. പ്രോബബിലിറ്റി കോൺസെപ്റ്റ്സ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്, കൈ സ്ക്വയർ ടെസ്റ്റ്. അപ്പോൾ ഇതിൽ പ്രോബബിലിറ്റി കോൺസെപ്റ്റിൽ നിന്ന് എന്താണ് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. കൈ സ്ക്വയർ ടെസ്റ്റാണ് ഏറ്റവും കൂടുതൽ, 7 ഒക്കുറൻസസ് ആണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെന്താണ് സിഗ്നിഫിക്കൻ്റ്ലി ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് കൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും എന്താണ് മോഡറേറ്റ് കവറേജ് ആണ് വേണ്ടത്. അതിൽ ഫോക്കസിങ് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ലാസ്റ്റ് ബ്ലോക്ക് എടുക്കുകയാണ് ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് റിപ്പോർട്ടിങ്ങിൽ മെയിനായിട്ട് 2 ടോപ്പിക്സ് ആണുള്ളത്. ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനും റിപ്പോർട്ടിംഗ് റേറ്റിംഗ് ടെക്നിക്സും. ഇതിൽ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷന് വളരെ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ പോലും റിപ്പോർട്ട് റേറ്റിംഗ് ടെക്നിക്സും അറിഞ്ഞിരിക്കണം. നമ്മളൊരു അനാലിസിസ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് റിപ്പോർട്ടിങ്ങിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസംബർ 2022 ജൂൺ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഈ ഒരു മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ മാർക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ച് ആൻഡ് ഡാറ്റ കളക്ഷൻസിൽ ടൈപ്പ് ഓഫ് റിസർച്ചിൽ നിന്നും ഒരു എസ്റ്റിമേറ്റ് ഒരു 8.96 മാർക്സാണ് ടോട്ടൽ ആ ഒരു ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ളത് ഈ ഒരു
ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 3 or 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുമ്പോൾ വരുന്നത്. റിസർച്ച് പ്രോബ്ലം ഫോർമുലേഷനിൽ നിന്നും ഒരു 5.97 മാർക്സ് എസ്റ്റിമേഷൻ കാണുന്നുണ്ട്. റിസർച്ച് ഡിസൈനിൽ 4.46 മാർക്സും ഡാറ്റ കളക്ഷൻ മെത്തേഡ്സിൽ 5.97 മാർക്സ്, സാമ്പിളിംഗ് ടെക്നിക്സിൽ 7.46 മാർക്സും, മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിങ്ങിൽ 5.97 മാർക്സാണ് എസ്റ്റിമേഷൻ. അതായത് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് ആയിട്ടുള്ളൊരു അപ്രോക്സിമേറ്റ് കണക്കാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ബ്ലോക്ക് 1 ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റിസർച്ചിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. പിന്നീട് വരുന്നത് റിസർച്ച് ഡിസൈനും സാമ്പിളിംഗ് ടെക്നിക്സിലുമാണ്. ഇനി ബ്ലോക്ക് 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ പ്രോസസ്സിങ്ങിന് 8.96 മാർക്സ് ടോട്ടൽ അപ്രോക്സിമേറ്റ് വരുന്നുണ്ട്. ഡാറ്റ പ്രസൻറ്റേഷന് 4.48ഉം സെൻട്രൽ ടെൻഡൻസിക്ക് 8.96 മാർക്സും വേരിയേഷൻ ആൻഡ് സ്ക്യൂനെസ്സിന് 2.99 മാർക്സ് അപ്രോക്സിമേറ്റ് മാർക്സ് വരുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ ഡാറ്റ പ്രോസസ്സിങ്ങിനും സെൻട്രൽ ടെൻഡൻസിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ മാർക്സ് ചോദിച്ചിട്ട് വരുന്നത്. ഇനി ബ്ലോക്ക് 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷണൽ ആൻഡ് ട്രെൻഡ് അനാലിസിസിൽ കോറിലേഷൻ അനാലിസിസിൽ 10.45 മാർക്സാണ് എസ്റ്റിമേറ്റ് വരുന്നത്. അതായത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ പറഞ്ഞ പോലെ പ്രോബ്ലം വൈസസിൽ കോറിലേഷൻ കാണാനുള്ള സ്പിയർമാൻ എന്തായാലും ഉറപ്പായിട്ടും വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും അതെന്താണ് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല, എന്തായാലും കവർ ചെയ്യേണ്ടതാണ്. ടൈം സീരീസ് അനാലിസിസിൽ 5.97 മാർക്സും ഇൻഡെക്സ് അനാലിസിസിൽ അപ്രോക്സിമേറ്റ്ലി 7.46ഉം ആണ് മാർക്സ് വരുന്നത്. ഇനി ബ്ലോക്ക് 4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ 7.46 മാർക്സ് ആണ് വരുന്നത്. പ്രോബബിലിറ്റി കോൺസെപ്റ്റ് 0 മാർക്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അത് കവർ ചെയ്യണം എന്നില്ല, ജസ്റ്റ് കോൺസെപ്റ്റ്സ് മാത്രം മനസ്സിലാക്കി വെക്കുക. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ 5.97 മാർക്സും കൈസ്ക്വയർ ടെസ്റ്റിൽ 10.45 മാർക്സ് വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് കൈസ്ക്വയർ ടെസ്റ്റും ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത, എന്തായാലും കവർ ചെയ്യേണ്ട, മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്തായാലും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കൈസ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്ലോക്ക് 5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. അതിൽ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷന് 8.96 മാർക്സ് അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ട് ടോട്ടൽ. റിപ്പോർട്ടിംഗ് റേറ്റിംഗ് ടെക്നിക്സിന് അപ്രോക്സിമേറ്റ്ലി 5.97 മാർക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്സിൻ്റെ ഒരു എസ്റ്റിമേഷൻ കണക്ക് കിടക്കുന്നത്. ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഇതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നോക്കാം. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ടൈപ്സ് ഓഫ് റിസർച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പേപ്പറിൽ വരുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രീക്വൻലി നമുക്ക് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഫ്രീക്വൻലി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ റിസർച്ച് അപ്രോച്ചസിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് മനസ്സിലാക്കി ഫോക്കസ് ചെയ്തിട്ട് എന്തായാലും പഠിക്കണം. ഈ റിസർച്ച് ഡിസൈൻ എടുക്കാനെന്നുള്ളത് ഈ പറഞ്ഞ പോലെ റെഗുലർലി ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ എന്താണ് റിസർച്ചിൻ്റെ സ്ട്രാറ്റജിയും സ്ട്രക്ചറും എന്താണ് എംപയാസിസ് ചെയ്ത് വെക്കണം. ഇനി സാമ്പിളിംഗ് ടെക്നിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺസിസ്റ്റൻ്റ്ലി കവർ ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. ആപ്ലിക്കേഷൻസും സാമ്പിളിംഗ് ടെക്നിക് അതിൻ്റെ ആപ്ലിക്കേഷൻസും മെത്തേഡ്സും എന്താണ് ഹൈലൈറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം. ഇനി മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമ്മളെ ഡാറ്റൻ്റെ കളക്ഷൻസിനും അനാലിസിസിനും വേണ്ടിയിട്ടുള്ളൊരു ടോപ്പിക്കായതുകൊണ്ട് തന്നെ അതും കവർ ചെയ്തിട്ട് പോകണം. ഈ ഡാറ്റ പ്രോസസ്സിങ് ആൻഡ് പ്രസൻറ്റേഷനും ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, റെഗുലർലി കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അത് എൻ്റെ ഡാറ്റൻ്റെ വിഷ്വലൈസേഷനും ഹാൻഡ്ലിങ്ങുമാണ് മെയിനായിട്ട് എന്താണ് ആ ഒരു ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ കോറിലേഷൻ അനാലിസിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെഗുലർലി ഫീച്ചേർഡ് ആണ്. അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തായാലും ചോദിക്കും എന്ന് ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ് കോറിലേഷൻ ടോപ്പിക്ക് എന്ന് പറയുന്നത്. അതായത് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അപ്ലിക്കേഷൻസ് ബേസ്ഡിൽ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഇനി സെൻട്രൽ ടെൻഡൻസി ആൻഡ് വേരിയേഷനിൽ എന്താണ് ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് കണ്ടൻസിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്.
ഈ chi-square ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് കവർ ചെയ്യേണ്ടതാണ്. ഏറ്റവും കൂടുതൽ മാർക്സ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ആ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ എന്തായാലും കവർ ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ തിയറിയും ആപ്ലിക്കേഷൻ ബേസ്ഡിലും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. ലാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷന് ഈ പറഞ്ഞ പോലെ ഫ്രീക്വൻലി ആസ്ക്ഡ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ നമ്മളൊരു ഡാറ്റൻ്റെ മേക്കിങ്ങിനും അതുപോലെ അനാലിസിസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും 10 ടോപ്പിക്സ് ആണ് മെയിൻലി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ഇനി പ്രെഡിക്ഷൻ ആൻഡ് പ്രോബബിലിറ്റി അപ്കമിങ് എക്സാംസ്, ഇനി വരാൻ പോകുന്ന എക്സാംസിൽ എത്രത്തോളം ആണ് നമ്മളൊരു പ്രെഡിക്ഷനും പ്രോബബിലിറ്റിയാണ് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈപ്സ് ഓഫ് റിസർച്ചാണ് ഏറ്റവും കൂടുതൽ ഹൈ പ്രോബബിലിറ്റി ഉള്ളൊരു ടോപ്പിക്കാണ്. അതായത് എല്ലാ ടോപ്പിക്സും ടൈപ്സ് ഓഫ് റിസർച്ചിൽ എല്ലാവിധ ടോപ്പിക്സും അതായത് റിസർച്ചിങ് ടൈപ്പും മെത്തേഡ്സും എല്ലാം എന്തായാലും കവർ ചെയ്ത് പോവേണ്ട, മനസ്സിലാക്കി വെക്കണം, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ റിസർച്ച് ഡിസൈനും ഈ പറഞ്ഞ പോലെ ഹൈലി പ്രോബബിലിറ്റി ഉള്ളൊരു ടോപ്പിക്കാണ്, എന്തായാലും ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഈ സാമ്പിളിംഗ് ടെക്നിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ടു ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നൊരു ടോപ്പിക്കാണ്. റെഗുലർലി ഫീച്ചേർഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടോപ്പിക്സ് ഒരു സ്ട്രോങ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ആവാൻ ചാൻസസ് കൂടുതലാണ്. ഈ മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് പ്രോബബിലിറ്റി ആണ്. എക്സാമിന് മേ ബി ചോദിക്കാൻ നെക്സ്റ്റ് എക്സാമിലും വരാം എന്ന് ചാൻസസ് ഉള്ള ഇതാണ്. കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ ആണ്. മോഡറേറ്റ് പ്രോബബിലിറ്റി ആണ് വരുന്നത്. അതായത് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതായത് അതിൻ്റെ വിഷ്വലൈസേഷനും പ്രോസസ്സിങ്ങും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ ആ ഒരു ഭാഗമൊക്കെ ഫോക്കസ് ചെയ്യാം. ഈ സെൻട്രൽ ടെൻഡൻസി ആൻഡ് വേരിയേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് പ്രോബബിലിറ്റി ആണ്. അതിൽ റെഗുലർലി പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി കോറിലേഷൻ അനാലിസിസ് ഹൈ പ്രോബബിലിറ്റി ആണ്. എല്ലാ ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുള്ള ഇനിയുള്ള എക്സാംസിലും ചോദിക്കും എന്ന് ഉറപ്പ് വരുന്ന ഒരു ടോപ്പിക്കാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് chi-square ടെസ്റ്റ് എന്ന് പറയുന്നതും ഹൈ പ്രോബബിലിറ്റി ആണ്. പ്രോബ്ലം വൈസിലും തിയറി ബേസിലും റെഗുലർലി ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക്സ് ആണ്. അതുപോലെ ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് പ്രോബബിലിറ്റി ആണ്. അങ്ങനെ ഫ്രീക്വൻ്റായി ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഈ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആണെങ്കിൽ ഒരു മോഡറേറ്റ് ടു ഹൈ പ്രോബബിലിറ്റിയിലാണ് കിടക്കുന്നത്. ചോദിച്ച് കണ്ടിട്ടുണ്ട്, ചോദിക്കാൻ ചാൻസസും ഉണ്ട്. അപ്ലിക്കേഷൻസും അതിൻ്റെ തിയറിറ്റിക്കൽ പാർട്സൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കാനുള്ളത് നമുക്കറിയാം മെയിൻ ടൈപ്സ് ഓഫ് റിസർച്ചും അതിൻ്റെ അപ്ലിക്കേഷൻസും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. എക്സാമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. റിസർച്ചിങ്ങിൻ്റെ ആ ഒരു ഫസ്റ്റ് ബ്ലോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ടൈപ്സ് ഓഫ് റിസർച്ചും മെത്തേഡ്സും എല്ലാം അതിൻ്റെ അപ്ലിക്കേഷൻസൊക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ റിസർച്ച് ഡിസൈന്, അതുപോലെ അതിൻ്റെ മെത്തഡോളജീസും സ്ട്രാറ്റജീസും ഒക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എക്സാം എഴുതാൻ പറ്റും. അതുപോലെ സാമ്പിളിംഗ് ടെക്നിക്സും അതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻസും ഒക്കെ അതിൽ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം നമ്മൾ. അതുപോലെ മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കണം. അതായത് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെയും പ്രസൻറ്റേഷൻ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഹാൻഡ്ലിങ്ങിന് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി സെൻട്രൽ ടെൻഡൻസി, വേരിയേഷൻ ആൻഡ് കോറിലേഷൻ അനാലിസിസ് റിവൈസ് ചെയ്ത് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. അതിൽ നിന്ന് പ്രോബ്ലം വൈസും തിയറിറ്റിക്കലും വരാം. കോറിലേഷൻ്റെ പ്രോബ്ലംസൊക്കെ ചെയ്ത് പഠിക്കാം, എന്തായാലും വരും. പ്രോബ്ലം വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേഷൻസ് മനസ്സിലാവുള്ളൂ. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്, അതായത് മെയിനായിട്ട് chi-square ടെസ്റ്റിൻ്റെ എല്ലാ സ്റ്റെപ്സും കവർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഒരിക്കലും ഒഴിവാക്കാൻ ഇല്ലാതെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പിന്നെന്താണ്
ഈ പറഞ്ഞ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ അപ്ലിക്കേഷൻസും ഒന്ന് വായിക്കുക, മനസ്സിലാക്കുക. ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ അനാലിസിസിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷന്, അതിൻ്റെ കൺക്ലൂഷനും റിസർച്ചിങ് ഡാറ്റ, ആ ഒരു സ്കിൽസും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ്, നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക്സാണ് ടൈപ്സ് ഓഫ് റിസർച്ച്, കോറിലേഷന്, chi-square ടെസ്റ്റൊക്കെ. ഇതൊക്കെ എന്തായാലും കവർ ചെയ്യാം. നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് റിവേഴ്സ് ചെയ്ത് ഒഴിവാക്കാതെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സാണ്. അപ്പോൾ അതെന്തായാലും പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കാം. പറയാം, 3 മണിക്കൂറാണ് ടോട്ടൽ ടൈം ഉള്ളത്. മാക്സിമം മാർക്സ് വരുന്നത് 100 മാർക്കാണ്. നമുക്ക് തന്നിട്ടുള്ള മാർക്സിൽ 5 ക്വസ്റ്റ്യൻസ്, ടോട്ടലി 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. ഈ എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്സ് ആണ് ക്യാരി ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിസ്കസ് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് അപ്രോച്ചസ് യൂസ്ഡ് ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ്, ഇലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ ഹൗ ഈച്ച് ടൈപ്പ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ എ ബിസിനസ് കോണ്ടെസ്റ്റ്. ഇതിലെന്താണ്, ടൈപ്സ് ഓഫ് റിസർച്ചിൻ്റെ ആ ഒരു ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഉള്ളത്, അതെങ്ങനെയാണ് ബിസിനസ്സിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇലാബറേറ്റ് ഓൺ ദി കോൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ബിസിനസ് റിസർച്ച്, ഡിസ്കസ് ദി കീ കമ്പോണൻറ്റ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ റോബസ്റ്റ് റിസർച്ച് ഡിസൈൻ. നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ്, റിസർച്ച് ഡിസൈനും ഇതിൻ്റെ ഇമ്പോർട്ടൻസും കോൺസെപ്റ്റ്സും ഒക്കെ എന്തായാലും ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണെന്ന് മനസ്സിലായല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത്, എക്സ്പ്ലെയിൻ വേരിയസ് സാമ്പിളിംഗ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ ബിസിനസ് റിസർച്ച്, കമ്പയർ ദെയർ അപ്ലിബിലിറ്റി ആൻഡ് എഫക്റ്റീവ്നെസ് ഇൻ ഡിഫറെൻറ്റ് റിസർച്ച് സിനേരിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഡിസ്ക്രൈബ് ദി മെത്തേഡ് ആൻഡ് ചലഞ്ചസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ഇൻ റിസർച്ച്, ഹൗ ഡസ് ചോയ്സ് ഓഫ് ഡാറ്റ പ്രസൻറ്റേഷൻ ടെക്നിക്സ് ഇമ്പാക്ട് ദി ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്. മറ്റൊരു നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യനാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്നും ഒരു ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യന്, ഡിസ്കസ് ദി കോൺസെപ്റ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മെഷർ ഓഫ് വേരിയേഷന്, ഹൗ ആർ ദീസ് കോൺസെപ്റ്റ് യൂട്ടിലൈസ്ഡ് ഇൻ അനലൈസിങ് ബിസിനസ് ഡാറ്റ. വളരെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതായത് സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് വേരിയേഷൻസിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഒരു ബിസിനസ് ഡാറ്റ അനാലിസിസിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതും കൂടി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് chi-square ടെസ്റ്റ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. chi-square ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് എഴുതാനും അതിൻ്റെ സിഗ്നിഫിക്കൻസും ആപ്ലിക്കേഷൻസും എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ്, ഒരിക്കലും ഒഴിവാക്കരുത്. റിസർച്ച് പ്ലാനിങ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ് ദി ആപ്ലിക്കേഷൻ ഓഫ് കോറിലേഷൻ അനാലിസിസ് ഇൻ ബിസിനസ് decision making, discuss the limitations of the methods in predictive analysis. വേറൊരു ക്വസ്റ്റ്യനാണ്, തിയററ്റിക്കൽ പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ കോറിലേഷൻ ടോപ്പിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ടോപ്പിക്കാണത്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ഇമ്പോർട്ടൻസും ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, പിന്നെ ബൈനോമിയലും പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസും തമ്മിലുള്ള ഡിഫറൻസസ് എക്സാമ്പിൾസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും, അതായത് ബൈനോമിയൽ, പോയിസണ്, നോർമൽ, അങ്ങനെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കണം. അത് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. Draft a research proposal for a study of consumer behavior in online shopping. Include aspects such as research problem, hypothesis, research design and data collections method. അതായത് ഒരുവിധം എല്ലാ ടോപ്പിക്കും ആ ഒരു ക്വസ്റ്റ്യനിൽ കവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ പ്രോബ്ലം ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഒരു ഡാറ്റ സെറ്റ് തന്നിട്ടുണ്ട്. ആ ഒരു ഡാറ്റ സെറ്റിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ വന്നിട്ടുണ്ട്,
നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ വരുന്ന ടോപ്പിക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദി കോറിലേഷൻ കോയിഫിഷ്യൻ ബിറ്റ്വീൻ മന്ത്ലി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ. വാട്ട് ഡസ് ദി കോയിഫിഷ്യൻ ഇൻഡിക്കേറ്റ് അബൌട്ട് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു വേരിയബിൾസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു ഡാറ്റയിൽ നിന്നും കോറിലേഷൻ കാണുക എന്നുള്ളതാണ്. അതായത് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് കാണാനാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോറിലേഷൻ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ എന്താണ്? ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. പെർഫോം എ റിഗ്രഷൻ അനാലിസിസ് ടു പ്രെഡിക്റ്റ് സെയിൽസ് ബേസ്ഡ് ഓൺ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ. പ്രൊവൈഡ് ദി റിഗ്രഷൻ ഇക്വേഷൻ ആൻഡ് ഇൻ്റർപ്രിറ്റ് ദി റിസൾട്ട്. നെക്സ്റ്റ് ആണ് റിഗ്രഷൻ അനാലിസിസിൽ നിന്നുള്ള ക്വസ്റ്റ്യന്. സി എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ യുവർ റിഗ്രഷൻ മോഡൽ എസ്റ്റിമേറ്റ് ദി സെയിൽ ഫിഗർ ഓഫ് എ മന്ത് വെർ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് റിഗ്രഷനിൽ നിന്നും 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു. ഡിസ്കസ് ദി ലിമിറ്റേഷൻസ് ഓഫ് യൂസിങ് ഓൺലി മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ ആസ് എ പ്രെഡിക്റ്റർ ഫോർ സെയിൽസ് ആൻഡ് സജസ്റ്റ് അതർ പൊട്ടൻഷ്യൽ വേരിയബിൾസ് ദാറ്റ് കുഡ് ഇമ്പാക്ട് സെയിൽസ്. 4 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി എന്താണ്? 10 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. എല്ലാ 5 ക്വസ്റ്റ്യൻസിനും എന്താണ്? ഈക്വൽ മാർക്സ് ആണ്. ടോട്ടൽ 100 മാർക്സ് ആണുള്ളത്. അപ്പോൾ ഇതിൽ നോക്കേണ്ട എന്താണ്? കോറിലേഷന്, ടൈപ്സ് ഓഫ് റിസർച്ച് ഒക്കെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക്കാണ്. എന്തായാലും പഠിക്കുക, മനസ്സിലാക്കിയിട്ട് പോവുക. ബാക്കിയുള്ള ടോപ്പിക്സൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഷഹന മാം പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. വളരെ വിശദമായ രീതിയിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലായെന്നും നിങ്ങളത് എക്സാമിന് ഉപയോഗപ്രദമാക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ലേൺ വൈസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ലേൺ വൈസ് കോച്ചിങ് നൽകുന്ന 18 കോഴ്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാം. അതിൽ 10 ഡിഗ്രി കോഴ്സുകളും 8 PG കോഴ്സുകളുമാണ് വരുന്നത്. BA പൊളിറ്റിക്കൽ സയൻസ്, BA സൈക്കോളജി, MA സൈക്കോളജി, BCA, BCom, MCom, BSW, BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്, MA ഹിസ്റ്ററി, BA സോഷ്യോളജി, MA സോഷ്യോളജി, MSW, BA ഹിസ്റ്ററി, BBA, MA എക്കണോമിക്സ്, BA എക്കണോമിക്സ്, BBA എന്നിങ്ങനെയാണ് കോഴ്സുകൾ പോകുന്നത്. വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ടുമാണ് ലേൺ വൈസ് നൽകുന്നത്. അതിൽ നിലവിൽ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കോഴ്സുകളാണ് നമ്മളിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസുമായിട്ട് ബന്ധപ്പെടാം. നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. 7592299616 എന്ന നമ്പറിൽ കോൾ വഴിയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങളുടെ ബന്ധപ്പെട്ടവർക്കെല്ലാം തന്നെ ലേൺ വൈസിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് നോക്കുക, learnwise.co എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡെഫിനറ്റ്ലി ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഒരുപാട് ഫ്രീ വീഡിയോ സെഷൻസും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തമ്മിൽ ഒരു കമ്പാരിസൺ നമുക്ക് നടത്താം. എത്രത്തോളം സിമിലാരിറ്റി ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളുമായിട്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.